ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകെ ചൂടുവയ്ക്കുമീ പദങ്ങൾ നിർത്തലോനാകനെ കുഞ്ഞു വീടിനുൾക്കടങ്ങൾ സ്വർഗമാക്കണേ. അമ്മ നൽകുന്ന പോലും അമൃതമാകണേ. പൂർണ്ണവീതരാചരങ്ങൾ ഗുരുവരങ്ങളാക്കണേ. ഹൃദയരാഗതന്ത്രിമേറ്റി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴ്വാദ്യനാമം ഇന്നു നൽകിയ ദിനമാണ്. നമുക്കിന്ന് സന്തോഷിച്ച് ആനന്ദിക്കാം. സ്നേഹമുള്ളവരെ, സെന്റ് അൽഫോൻസ വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിന്റെ അധ്യാപക രക്ഷാകർതൃ ദിനം ആഘോഷിക്കുമ്പോൾ ഈ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. 2016 മാർച്ച് 20 സ്ഥാപിതമായ ഈ സ്ഥാപനത്തിന്റെ ഈ നാൾ വരെയുള്ള പ്രവർത്തനങ്ങളിൽ ബലവും കരുത്തും നൽകിയ ദൈവത്തിന് ഞാൻ ആദ്യമേ തന്നെ നന്ദികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ താങ്ങി നിർത്തിയ, ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച, ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ എല്ലാ ഉപകാരികളെയും അധികാരികളെയും ഈ നല്ല ദിനത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഈ വാർഷിക ആഘോഷം ഈ സ്ഥാപനത്തിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും ഇടവക സമൂഹത്തിന്റെയും അയൽവാസികളുടെയും വലിയൊരു സ്വപ്നമായിരുന്നു. സ്ഥാപനം തുടങ്ങിയിട്ട് 8 വർഷമായി എങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഉത്സവം ഈ അങ്കണത്തിൽ അരങ്ങേറുന്നത്. നല്ല ദൈവത്തിന് നമുക്ക് ഒരിക്കൽ കൂടി നന്ദികൾ അർപ്പിക്കാം. ഈ വാർഷിക ആഘോഷ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട റോജി എം ജോൺ MLA ഏറ്റിരുന്നതാണ്. എങ്കിലും MLAക്ക് പെട്ടെന്ന് ഒരു മീറ്റിംഗിനായിട്ട് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നതിനാൽ നമ്മുടെ ഇന്നത്തെ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആലുവ MLA ശ്രീ അൻവർ സാദത്ത് സാറാണ്. സാറ് ഏകദേശം 4:45 ആവുമ്പേക്ക് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാറിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. സെന്റ് അൽഫോൻസ വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിന്റെ ഈ വാർഷിക ദിനത്തിൽ ഞങ്ങളുടെ ഈ മീറ്റിംഗിന്റെ ഈ മഹാസ്നേഹവിരുന്നിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് എറണാകുളം തിരുഹൃദയ പ്രോവിൻസിന്റെ സിസ്റ്റർ പ്രൊവിൻഷ്യലും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ ലോക്കൽ മാനേജറുമായ ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷെഫി ഡേവിസ് ആണ്. കഴിഞ്ഞ 3 വർഷക്കാലം സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ കൂടിയായിരുന്നു സിസ്റ്റർ. തിരുഹൃദയ പ്രോവിൻസിലെ പ്രധാന സോഷ്യൽ വർക്ക് മേഖലയാണ് സ്പെഷ്യൽ സ്കൂളുകളും അതിനോട് അനുബന്ധിച്ചുള്ള തൊഴിൽ മേഖലകളും. ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊത്ത് ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുകയും ഈ സ്ഥാപനത്തെ അതിരറ്റ് സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അമ്മയെ ഈ മഹാസമ്മേളനത്തിലേക്ക്, മീറ്റിംഗിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിനം അനുഗ്രഹപൂർണമാക്കുവാനായി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ കുര്യൻ കട്ടക്കയച്ചനാണ്. ഈ സ്ഥാപനവുമായി വളരെ ചുരുങ്ങിയ നാളത്തെ പരിചയമുള്ളൂ എങ്കിലും ഈ വാർഷിക ആഘോഷവുമായി ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും അർഹമായ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ഞങ്ങളെ ഓരോ നിമിഷവും
താല്പര്യത്തോടെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സ്നേഹം നിറഞ്ഞ അച്ഛനെ അനുഗ്രഹ പ്രസംഗത്തിനായിട്ട് ഈ മഹാവേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പരിശീലനം നേടി വിവിധ IT കമ്പനികളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആദരിക്കുക എന്ന ചടങ്ങിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന 3 വിശിഷ്ട വ്യക്തികളാണ് ഉള്ളത്. തുറമൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെസി ജോയി. ഈ പഞ്ചായത്ത് അതിർത്തിയുള്ള ഈ സ്ഥാപനവുമായിട്ട് പഞ്ചായത്തിന് വളരെ അടുത്ത ഒരു ബന്ധമാണുള്ളത്. പഞ്ചായത്തുമായിട്ടുള്ള എല്ലാ രേഖകളിലും ഞങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലെ എല്ലാ ആഘോഷ പരിപാടികളിലും ആദ്യം അന്ത്യം ഇവിടെ ഞങ്ങളോടൊത്ത് ആയിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രസിഡന്റ് ശ്രീമതി ജെസി ജോയിയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റായ സഹൃദയയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട സ്റ്റിബിൻ മനയമ്പള്ളി അച്ഛൻ ഞങ്ങളോടൊത്തുണ്ട്. സെന്റ് അൽഫോൺസ ഒക്കേഷൻ സെന്ററുമായി സഹൃദയ എല്ലാ കാര്യങ്ങളിലും വളരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ആദരിക്കുവാനും അവർക്ക് ആവശ്യമായ അവരുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കുവാനുമായി നമ്മുടെ ഈ വേദിയിൽ അച്ഛനുണ്ട്. സ്നേഹം നിറഞ്ഞ അച്ഛനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട റോബിൻ സാറ് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാറിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒക്കേഷൻ ട്രെയിനിങ് സെന്റർ യൂണിറ്റിലെ നേതൃത്വ പാഠവത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുന്നത് നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട മദറും ഈ സ്ഥാപനത്തിന്റെ ലോക്കൽ മാനേജറുമായ റവറൻഡ് സിസ്റ്റർ ജോബി ജോൺ ആണ്. സ്ഥാപനത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടികളുമായിട്ട് എപ്പോഴും സൗഹൃദം പങ്കുവയ്ക്കുകയും മദറിന്റെ സാന്നിധ്യവും സഹകരണവും സഹായവും ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷം നൽകുന്നതുമാണ്. സ്നേഹം നിറഞ്ഞ മദറിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മീറ്റിംഗിന് ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കുവാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീമതി ഷീലിയ വിനി ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടങ്ങളിൽ ഈ സ്ഥാപനത്തെ ഏറെ സഹായിച്ചുകൊണ്ട് നമ്മോടൊത്തായിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീമതി സീലിയ വിനിയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വാർഡ് മെമ്പർ ശ്രീ ഷിബു പൈനാടത്ത് ഈ സ്ഥാപനത്തിലെ കുട്ടികളോടൊപ്പം അതുപോലെ തന്നെ പഞ്ചായത്തുമുള്ള സ്ഥാപനത്തിന്റെ എല്ലാ ഇടപാടുകളിലും ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊത്ത് ആഗ്രഹിക്കുന്ന ഒരു മെമ്പറാണ് ഞങ്ങളുടെ വാർഡ് മെമ്പർ. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തിന്റെ മുൻപിലുള്ള ഈ റോഡ് വളരെ ഭംഗിയായി കട്ടവിരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നടക്കുവാൻ ക്രമപ്പെടുത്തിയത് മെമ്പറിന്റെ ഒരു വലിയ കഴിവാണെന്ന് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ്. സ്നേഹം നിറഞ്ഞ ഷിബു പൈനാടത്ത് മെമ്പറിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മുൻ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ 11ാം വാർഡ് മെമ്പറുമായ ഈ സ്ഥാപനത്തിന്റെ അയൽവാസിയുമായ ശ്രീമതി ജിനി രാജീവ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല മെമ്പറായിരുന്ന ഈ സമയത്തും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇവിടെ വരികയും ഞങ്ങളുമായിട്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ആഘോഷ പരിപാടികളിലും എല്ലാം സാന്നിധ്യം അറിയിച്ച് ഞങ്ങളോടൊത്തുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ മനോഹരമായ മുറ്റം ടൈൽ ചെയ്ത് ഇത്രയും മനോഹരമാക്കുവാൻ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരു വലിയ മഹാമനസ്കതയുള്ള ഒരു മെമ്പറാണ് ശ്രീമതി ജിനി രാജീവ്. ശ്രീമതി ജിനി രാജീവിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഞങ്ങളുടെ പ്രോവിൻസിന്റെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് കൗൺസിലർ റവറൻഡ് സിസ്റ്റർ ബോണി മരിയ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. സിസ്റ്ററിന്റെ സാന്നിധ്യവും സഹകരണവും എപ്പോഴും ഞങ്ങളോടൊത്തുണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഇടവകയിലെ ഫാമിലി യൂണിറ്റ് വൈസ് ചെയർമാൻ ശ്രീ രാജീവ് തിരുവനത്തിൽ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ സ്റ്റാഫിന്റെയും അതോടൊപ്പമുള്ള ഞങ്ങളുടെ കുട്ടികളുടെയും എല്ലാ സാന്നിധ്യവും ഞങ്ങൾ അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളെ ഉൾക്കൊള്ളിക്കുന്നുമുണ്ട്. ഈ അവസരത്തിൽ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ശ്രീ രാജീവ് തിരുവനത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. PTA സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലെ കരുത്തും ബലവുമാണ് ഞങ്ങളുടെ PTA. മാതാപിതാക്കളുടെ സാന്നിധ്യവും സഹായവും എന്നും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് ബലവും കരുത്തുമേകുന്നു. ഈ വർഷത്തെ ഞങ്ങളുടെ PTA പ്രസിഡന്റ് ശ്രീ ജോസ് കോട്ടക്കലിനെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ആഘോഷ പരിപാടി ഇവിടെ അരങ്ങേറുവാനായി, ഈ ഉത്സവം ഇവിടെ അരങ്ങേറുവാനായി നിർവഹിക്കുവാനായിട്ട് നമ്മുടെ സ്നേഹമുള്ള MLA ശ്രീ അൻവർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ റോജിൻ സാറ് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു ഏതെങ്കിലും ഒരു MLA ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷത്തിലാണ് അൻവർ സാദ് MLA വിളിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആ നിമിഷത്തിൽ തന്നെ റോജിൻ MLAയോട് പറഞ്ഞ് ഞങ്ങളുടെ മീറ്റിംഗിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് ഏറ്റു. നമുക്കറിയാം ആലുവയുടെ വികസന പ്രവർത്തനങ്ങളിലെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ആലുവ അതിർത്തിയിലുള്ള എല്ലാ സ്പെഷ്യൽ സ്കൂളുകൾക്കും വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററുകൾക്കും എപ്പോഴും കരുത്തും ബലവുമായി നടക്കുന്ന ഒരു വലിയ മനസ്കതയുടെ ഉടമയാണ് ആലുവ MLA ശ്രീ അൻവർ സാദത്ത്. സാറിനെ ഈ മീറ്റിംഗിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വാർഷികാഘോഷ പരിപാടികൾ ഇവിടെ അണിനിരക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഒത്തിരി നാളായി ഇതിനു വേണ്ടി ഒരുങ്ങുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രതിനിധിയായിട്ട് ഈ വേദിയിലുള്ള ശ്രീജ വർഗീസ് ആണ്. ശ്രീജയെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗില് നമ്മുടെ പ്രതിഭകളായി നമ്മുടെ 9 കുട്ടികൾ ഇവിടെയുണ്ട്. വിവിധ IT കമ്പനികളിൽ ജോലി നോക്കിക്കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ ട്രെയിനിങ്ങുകൾ പൂർത്തിയാക്കി അവർ അവരുടേതായ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പകരുന്ന, ആനന്ദം പകരുന്ന ഒരു ദിവസമാണ്. നമ്മുടെ പ്രതിഭകൾ ആദരിക്കപ്പെടുന്ന നമ്മുടെ 9 കുട്ടികളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ നമ്മളോടൊത്തായിരിക്കുന്ന സിനിമാ താരം ശ്രീ ശരത് അപ്പാനിയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഈ വേദിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ അൽഫോൺസ് സദൻ സ്പെഷ്യൽ സ്കൂൾ, സാൻ ജോസ് സദൻ, ദയാ സദൻ സ്കൂളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. അവരെ ഞാൻ ഈ വാർഷികാഘോഷ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഇടവക സമൂഹത്തിലെ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ അയൽവാസികളുണ്ട്. ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ വിശുദ്ധ അൽഫോൻസാമയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സ്ഥാപനം അന്നു മുതൽ ഇന്ന് വരെ തിരിഞ്ഞു നോക്കുമ്പോൾ അൽഫോൻസാമയുടെ മാധ്യസ്ഥം എന്നും ഞങ്ങൾക്ക് സന്തോഷം പകരുന്നതാണ്. പുഞ്ചിരി ഒരു തിരിവട്ടമാണ്. സങ്കടപ്പെടുന്നവരുടെ മുഖത്ത് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും എന്ന അമ്മയുടെ സുഹൃതം നമ്മുടെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ വാർഷികാഘോഷ പരിപാടി അനുഗ്രഹപ്രദമാകുവാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. മലയംപള്ളി നമ്മുടെ അനുഗ്രഹീത കലാകാരൻ പ്രിയപ്പെട്ട ശ്രീ ശരത്, സിസ്റ്റർ ജോവി ജോൺ, ടോവിൻ ടോമി, മറ്റ്
പ്രിയപ്പെട്ട ഈ സദസ്സിലിരിക്കുന്ന ജനപ്രതിനിധികൾ, മറ്റ് സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെന്റ് അൽഫോൺസ വെക്കേഷൻ ട്രെയിനിങ് സെന്ററിന്റെ ഈ വാർഷിക ആഘോഷത്തിൽ അപ്രതീക്ഷിതമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ റോജി അടിയന്തരമായി ഡൽഹിക്ക് ഒരു മീറ്റിംഗ്, പാർട്ടിയുടെ മീറ്റിംഗ് പെട്ടെന്നാണ് തീരുമാനിച്ചത്. റോജിക്ക് കർണാടകയുടെ ചാർജുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ IC സെക്രട്ടറിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് റോജി പെട്ടെന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്നെ വിളിച്ചതിലും റോജിയുടെ അസാന്നിധ്യത്തിലാണെങ്കിലും എനിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ റോജിയോടുള്ള നന്ദിയും ഇവിടുത്തെ മാനേജ്മെന്റ്, പ്രത്യേകിച്ച് സിസ്റ്റർമാരോട് മാനേജ്മെന്റിനോടുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നെയും കൊണ്ടും എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ വാർഷികം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ചെയ്യും അല്ലെ, വളർന്നു വരാൻ പുതിയ തലമുറ ഇങ്ങനെയൊക്കെ രംഗത്തൊക്കെ വരാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹത്തെ ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. നിത്യശാന്തി സ്വരൂപനേ പിതാപുത്ര പവിത്രാത്മനേ പ്രണാമം പ്രണാമം പ്രണാമം. നിത്യപ്രകാശമേ സത്യപ്രകാശമേ Thank you all for lighting the lamps. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത്